ഈ കഞ്ചാവ് അടിക്കുന്ന ആൾക്കാരും ഇന്ത്യമേ അടിക്കുന്ന ആൾക്കാരും അതിന്റെ ഭവിഷ്യത്തുകളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഭാവിയിൽ അവർക്ക് അതിൽ വരാൻ പോകുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നുള്ള നല്ല ബോധം അവർക്ക് ഉണ്ടാവും. എന്നിട്ട് അവർ റിസ്ക് എടുത്ത് അതൊക്കെ അവർ ചെയ്യുകയാണെങ്കിൽ അതവർ ചെയ്തോട്ടെ. മറ്റൊരു ജീവൻ എടുത്ത വാർത്തയിലേക്കാണ് ഇവിടെ മകൻ ഒരു അമ്മയുടെ ജീവൻ എടുത്തു. അതിൽ മകൻ അമ്മയെ കഴുത്തറുത്തു കൊന്നു. മദ്യം കിട്ടാത്തതിനാൽ കുന്നംകുളത്ത് യുവാവാത്മഹത്യ. കുമാർ വെട്ടിക്കൊന്നത് സുഹൃത്തായ ബിജുവുമായി ഇന്നലെ രാവിലെ മുതൽ വീടിന് പരിസരത്ത് മദ്യപിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ചില വാക്കറ്റങ്ങൾ ഉണ്ടായി. ഓക്കെ, ഇതാണ് നമ്മൾ ഏറ്റവും അടുത്ത് കാണുന്ന വാർത്തകളൊക്കെ. ഇവർ പറയുന്ന പുരോഗമന ലോകം ഏതാ? നമ്മൾ ഈ കാണാത്ത വേറെ ഏത് പുരോഗമനത്തെ ഇവർ ജീവിക്കുന്നത്? ഓരോ ദിവസവും രാവിലെ പത്രവാർത്തകൾ തുറക്കുമ്പോൾ നമ്മുടെ മക്കൾ തന്നെ വ്യത്യസ്തമായ കെണികളിൽ അകപ്പെടുന്ന ഡ്രഗ്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ തന്നെ പുറത്തുവിടുന്ന കണക്കുകൾ അതിഭീകരമായ കണക്കുകളാണ് പുറത്തു വരുന്നത്. ഓരോ ദിവസവും നമുക്ക് കാണാൻ സാധിക്കുന്ന പുതിയ സിന്തറ്റിക് ലഹരികളുടെ കടന്നുവരവുകളാണ്. ഇവിടെ സർക്കാർ തന്നെ സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് ടെക്നോ പാർക്കിൽ ബെവ്കോ ഔട്ട്ലെറ്റുകൾ തുടങ്ങുന്നു. കേരള പാനീയം എന്ന പേരിൽ കേരളത്തിൽ മദ്യങ്ങൾ ഇറക്കുമതി ചെയ്യുന്നു. ഇളം കള്ളൊക്കെ കുട്ടികൾക്ക് ഒരു പോഷകാഹാരമായി കൊടുക്കണമെന്ന് പറയുന്നു. ഒരു മന്ത്രി പറഞ്ഞത് പുകവലിയൊക്കെ എന്തത്ര പ്രശ്നം, അതൊക്കെ എത്ര പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോന്നാണ്. ഇത്തരം ആളുകൾ പറയുന്ന വാദഗതികളെല്ലാം ഇവിടെയുള്ളൊരു സാമൂഹിക പരിസരത്ത് പൊതുവിദ്യാലയത്തിൽ നമ്മുടെ മക്കളെല്ലാം പോകുന്ന വിദ്യാലയത്തിൽ ഇതുപോലെ അടിച്ചേൽപ്പിക്കുന്നു പറഞ്ഞാൽ അതൊക്കെ നമ്മൾ കയ്യും കെട്ടി നോക്കിയിരിക്കണം അവർ പറയുന്നത്. അത് നോക്കിയിരിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, ഇത്തരം ആളുകൾ പറയുന്ന പുരോഗമന ഇടം ഇത്തരത്തിലുള്ള വാർത്തകൾ നിറഞ്ഞ, ഓരോ ദിവസവും സംഘർഷങ്ങൾ നിറഞ്ഞ ഈ ലോകമാണെങ്കിൽ അത്തരമൊരു പുരോഗമന ലോകത്തേക്ക് പോകേണ്ട എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. പോവണ്ട എന്നുള്ളതാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആളുകളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്. അതെന്താണ്? ഇത്തരത്തിൽ നമ്മൾ മതമാണ് പ്രാകൃതമാക്കുന്നത്, മതമാണ് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത്, നിങ്ങളൊക്കെ 100 വർഷം മുൻപുള്ള ആളുകളാണെന്നൊക്കെ കേരളത്തിലെ മന്ത്രിമാർ തന്നെ പറയുമ്പോൾ 1-2 ചോദ്യങ്ങൾ ചോദിക്കുന്നു. മതമാണോ ഇവിടെ ലഹരി കോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റഴിക്കാൻ കാരണമായത്? ഓരോ ദിവസവും ഇവിടെ കൃത്യമായ ആൻറ്റി ഡ്രഗ് പ്രവർത്തനങ്ങൾ നടത്തിപ്പോകുന്ന, കൃത്യമായ ധാർമ്മികമായ കൽപ്പനകളുള്ള മതവിശ്വാസികളാണോ യഥാർത്ഥത്തിൽ ഇത്തരം ലഹരികൾക്കൊക്കെ ആക്കം കൂട്ടുന്നത്? അതല്ല, ഇത്തരത്തിൽ ഇവിടെ കേരളത്തിലെ എയ്ഡ്സ് രോഗികളുടെ വർധനവൊക്കെ കൂടുമ്പോൾ ഇവിടെ കൃത്യമായും ഒരു ലൈംഗിക അരാജകത്വത്തിൻ്റെ ഒരു വർധനവ് വല്ലാതെ കൂടിയെന്ന് പറയുമ്പോൾ അതൊക്കെ ഇവിടെ മതത്തിൻ്റെ കാരണം കൊണ്ടാണ് ഉണ്ടാവുന്നത്? അല്ല, കുട്ടികളേക്ക് ഈ തെറി വിളിക്കുന്നതും അവരുടെ ഭാഷ മാറിയതും ഒക്കെ മതത്തിൻ്റെ വക്താക്കൾ ഇവിടെ പ്രഭാഷണം നടത്തുന്നതോടായിരിക്കും അല്ലേ? ഇവിടെ കമൻറ്റ് ബോക്സിൽ ചില ആളുകളൊക്കെ പറയാണ്, ഏതാണ് ഈ താടിക്കാരൻ, ഏതാണ് ഈ മതവാദി, ഏതാണ് ഈ ഭീകരവാദി? ഇത്തരം ആളുകളാണല്ലോ നമ്മുടെ മക്കളേക്ക് ഓരോ ദിവസവും ഇത്തരത്തിലുള്ള തികഞ്ഞ അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുവിടുന്നത് അല്ലേ? ഇനി ഏറ്റവും അവസാനം നമ്മുടെ മക്കൾ അനുഭവിക്കുന്ന മറ്റനേകം പ്രശ്നങ്ങളുടെയൊക്കെ കാരണം ഇനി മതമാണെന്ന് പറഞ്ഞ് കൂട്ടിക്കെട്ടി കഴിഞ്ഞാൽ ഇവിടെ ബാക്കിയുള്ളതൊക്കെ സേഫാണ്. എന്നിട്ട് ഇവിടെ പുരോഗമനത്തിൻ്റെ മേച്ചിൽപ്പുറങ്ങൾ ഇങ്ങനെ കയറി പോകണം.